ഹായ് എവ്രി വൺ, വെൽക്കം ടു ഫർസ ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു മാസ്കിംഗ് ടാപ്പും അതുപോലെ തന്നെ ഒരു സ്റ്റീൽ വയറും യൂസ് ചെയ്തിട്ട് ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലീഫാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടാപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്റ്റീൽ വയറിൻ്റെ നീളത്തിൽ ഈ ഒരു കാണുന്ന രീതിയിൽ എടുക്കുക. അതിനുശേഷം സ്റ്റീൽ വയർ ഈ ഒരു ടാപ്പിൻ്റെ മിഡിലാക്കി വെച്ചിട്ട് തിരിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു കാണുന്ന രീതിയിൽ അതിന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡും നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സിസർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം എൻഡിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ ഈ ഒരു കാണുന്ന സിഗ്സാഗ് മാനറിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത നമുക്ക് ഇതിന് പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഗ്രീൻ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാണുന്ന രീതിയിൽ ആ ഒരു ലീഫിനെ നമ്മൾ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ തിരിച്ചും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ ലീഫ് ഇവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ രണ്ട് സൈഡിലും അതിന് ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ ഒരു ലീഫിൽ ഡാർക്ക് ഗ്രീൻ കളറിലുള്ളൊരു ലൈൻസ് വരച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ കൈവശം ഡാർക്ക് ഗ്രീൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഗ്രീനിൽ കുറച്ച് ബ്ലാക്ക് മിക്സ് ആക്കിയിട്ട് ഡാർക്ക് ഗ്രീൻ ആക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാണുന്ന രീതിയിലുള്ള പോയിൻ്റ് ആയിട്ടുള്ള ബ്രഷ് എടുക്കുക. എന്നിട്ട് നമ്മൾ സിഗ്സാഗ് മാനറിൽ ഈ ഒരു കാണുന്ന രീതിയിൽ ഓരോരോ ലൈൻസ് നമ്മൾ ആ ലീഫ് മുഴുവനായിട്ട് വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ലൈൻസൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഒരു യെല്ലോ പെയിൻറ്റ് എടുത്തിട്ട് ഈ ഒരു ലീഫിൻ്റെ ചുറ്റും ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ യെല്ലോ കളർ അതിന് ചുറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാണുന്ന രീതിയിൽ പല അളവിലും, അതായത് എല്ലാം ഒരേ സൈസിലല്ല, എല്ലാം വേറെ വേറെ സൈസിലായിട്ട് കുറച്ച് ലീവ്സ്, ഒരു 6-7 ലീവ്സ് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു പോട്ട് വേണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഐസ്ക്രീമിൻ്റെ ഡബ്ബയാണ് കേട്ടോ. അടുത്തത് നമുക്ക് ഇതുപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഈ ഒരു ഐസ്ക്രീമിൻ്റെ അളവ് നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചെടുക്കാം. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിവിടെ ഒരു സർക്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഐസ്ക്രീമിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ചിട്ട്. എന്നിട്ട് നമ്മൾ നല്ലൊരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഒരുപാട് താഴോട്ട് പോകണ്ട, ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഈ ഒരു ഡബ്ബക്ക് മുഴുവനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് ആദ്യം ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു കാണുന്ന രീതിയിൽ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്കത് ഈസിയാണ്. അപ്പം വേഗം എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകും. അങ്ങനെ മുഴുവനായിട്ട് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോട്ടിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ലീവ്സ് ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കേണ്ടത് നമ്മൾ അതിൻ്റെ ഒരു എൻഡ് ഈ ഒരു കാണുന്ന രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അതിലേക്ക് ഓരോന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഓരോ ലീഫും ഞാൻ ഈ ഒരു കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലീഫിൻ്റെ വീതി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പം കുറച്ചും കൂടി ഒരു സ്ലിം ആണെന്ന് തോന്നുന്നു വേണ്ടതല്ലേ. അപ്പോൾ എനിവേ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.